നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ സ്വകാര്യമായിട്ടുള്ള ഫോട്ടോ വീഡിയോസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒളിപ്പിച്ച് വെക്കാനുള്ള സൗകര്യം പലപ്പോഴും പല ആളുകളും പ്രയാസപ്പെടാറുണ്ട്. ചിലപ്പോൾ അത് മെമ്മറി കാർഡിലേക്കൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ മാറ്റി വെക്കാറുണ്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലേക്കൊക്കെ നമ്മൾ മാറ്റി വെക്കാറുണ്ട്. എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ആപ്പ് ഉപയോഗിക്കാതെ നമ്മുടെ ഫോണിനകത്തുള്ള 1-2 സെറ്റിങ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കും. അത് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് നിങ്ങൾക്കൊരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോസുകൾ, നിങ്ങളുടെ സ്വകാര്യ ഫോട്ടോസുകളൊക്കെ ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. 3 മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിലൊക്കെ ഈ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് ഉണ്ട് താനും. നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ താഴെ കാണാം സേവ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഈ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവ് ഫോൾഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ചോദിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിൻ നമ്പർ ലോക്ക് വേണോ അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനത് ഏതാണോ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ലോക്ക് തന്നെ കൺഫേം ചെയ്യാൻ വേണ്ടി വീണ്ടും ചോദിക്കും. അത് കൺഫേം ചെയ്ത് കൊടുക്കുക. കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീഡിയോസ് ആണോ ഫോട്ടോസ് ആണോ വേണ്ടതെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഞാനൊരു 2-3 ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്ത് നിങ്ങൾക്കിവിടെ നമുക്ക് എത്ര ഫോട്ടോ ആണ് വേണ്ടത്, ഇനി വീഡിയോസ് ആണ് വീഡിയോസ് ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് 3 ഡോട്ട് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം മൂവ് ടു സേവ് ഫോൾഡർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോസ് എല്ലാം നമ്മൾ നേരത്തെ കൊടുത്ത ആ പാറ്റേൺ ലോക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലോക്കാണോ കൊടുത്തെങ്കിൽ ആ ലോക്ക് ചോദിക്കും. ആ ഫോട്ടോസ് എല്ലാം അതിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആകും. അത് ഫോട്ടോസ് എല്ലാം അതിലേക്ക് മൂവ് ചെയ്യപ്പെടും. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ പിന്നെ അത്തരത്തിലൊരു ഫോട്ടോസും കാണില്ല. നിങ്ങൾ സേവ് ഫോൾഡറിലേക്ക് നീക്കി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇത് അതിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പിന്നെ നിങ്ങളുടെ ഫോണിനകത്ത് കാണില്ല. ആ ഒരു ഫോൾഡറിനകത്താണ് അത് കാണുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ഫോട്ടോസൊക്കെ പോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ഫോട്ടോ ഇനി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ സേവ് ഫോൾഡർ എന്ന് ഇവിടെ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ഏതാണെങ്കിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഫോട്ടോസെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇനി ആ ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ലോങ് പ്രസ് ചെയ്ത് ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം മൂവ് ഔട്ട് ഓഫ് സേവ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണും. നമുക്ക് ഈ സേവ് ഫോൾഡറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അതാണ് മൂവ് ഔട്ട് ഓഫ് സേവ് ഫോൾഡർ എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഫോട്ടോസ് എവിടെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെ ആ ഫോട്ടോസ് എല്ലാം തിരിച്ചെത്തുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു സേവ് ഫോൾഡർ എന്നുള്ളത് ഇവിടെ ആരെങ്കിലും കാണുമെന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സേവ് ഫോൾഡർ എന്ന് കാണുന്നതിന് തൊട്ട് മുകളിലായിട്ടൊരു 3 ഡോട്ട് കാണും. ഈ കാണുന്ന 3 ഡോട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മെസ്സേജ് കാണും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം ഹൈഡ് സേവ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു സേവ് ഫോൾഡർ എന്നുള്ളത് ഇവിടുന്ന് ഇപ്പോൾ മറഞ്ഞു പോയിട്ടുണ്ട്, ഇനി കാണില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് നിങ്ങളുടെ സേവ് ഫോൾഡർ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കാണില്ല. ഇനി അത് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം 3 ഡോട്ട്. ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം ഷോ സേവ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സേവ് ഫോൾഡർ ഇവിടെ തിരിച്ചെത്തിയത് കാണാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഗൂഗിൾ ഫോട്ടോസ് എന്നൊരു ആപ്പ് നിങ്ങളുടെയൊക്കെ ഫോണിനകത്തുണ്ടാവും. ഇപ്പോൾ ഇറങ്ങുന്ന അധിക ഫോണിനകത്ത് നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ആപ്പാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ആപ്പ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് ഫോട്ടോസ്, രണ്ടാമത് കളക്ഷൻ, മൂന്നാമത് ക്രിയേറ്റ് എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കും. ഇതിനകത്ത് കളക്ഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് കാണുന്ന ശേഷം താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ലോക്ക്ഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റപ്പ് ലോക്ക് ഫോൾഡർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഫിംഗർ ലോക്ക് ഉണ്ടെങ്കിൽ ഫിംഗർ ലോക്ക് ചോദിക്കും. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ മൂവ് ഐറ്റംസ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആകും. ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോസാണ് വേണ്ടത് അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി അതില്ലെങ്കിൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഏത് ഫോട്ടോസാണ് വേണ്ടത് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാം. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഏറ്റവും അവസാനം മൂവ് ടു ലോക്ക് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരത്തെ കൊടുത്ത ആ ഒരു ലോക്ക് ചോദിക്കും. ആ ലോക്ക് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിലേക്ക് മാറ്റാൻ സാധിക്കും. അത് അവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൂവ് ഔട്ട് ഓഫ് സേവ് ഫോൾഡർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് 2 മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് നമുക്കൊരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഏതാണെന്ന് ഞാൻ വീഡിയോക്ക് അവസാനം കാണിച്ചു തരാം. ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. 1-2 പെർമിഷൻ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടി വരും. ശേഷം താഴെ കാണുന്ന ഭാഗത്തൊരു പ്ലസ് ബട്ടൺ കാണും, ഒരു ബ്ലാക്ക് നിറത്തിൽ. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഗാലറി, ക്യാമറ എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോസുകൾ നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ ക്യാമറ നിന്ന് ഫോട്ടോ എടുത്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓർക്കുക, ഇത് ഇമേജ് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുക, വീഡിയോസ് അല്ല. അതുകൊണ്ട് ഞാനിവിടെ ഇമേജാണ് കാണിക്കുന്നത്. ഗാലറി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് 1-2 ഫോട്ടോ സെലക്ട് ചെയ്യാണ് കാണിച്ചിരുന്നതിന് വേണ്ടി. ഞാൻ 2-3 ഫോട്ടോ സെലക്ട് ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ 3 ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും മുകളിൽ ഒരു PDF എന്നുള്ള റെഡ് മാർക്കിൽ PDF എന്ന് എഴുതി കാണും. ഈ റെഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന 3 ഫോട്ടോസാണ്. നിങ്ങളൊരു ഫാമിലി ഫോട്ടോസ് ഒരു 10, 20, 30, 50 ഒക്കെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതൊരു ലോക്ക് ഇട്ട് PDF ആക്കി വെക്കാനുള്ള സൗകര്യമാണ്. അപ്പോൾ എന്താണ് ആ PDF വേണ്ടെങ്കിൽ ആ ഒരു പേര് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഫോട്ടോസ് എന്ന് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് പാസ്വേഡ് വേണോ വേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിലുള്ള 20, 30 ഒക്കെ ഫാമിലി ഫോട്ടോസുകൾ ഒറ്റ PDF ആക്കാൻ സാധിക്കും. അത് വേണമെങ്കിൽ ലോക്ക് ഇട്ടും PDF ആക്കാം, ലോക്ക് ഇടാതെയും PDF ആക്കാം. ലോക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഭാഗത്ത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ PDF പാസ്വേഡ് അത് കാണും. എന്താണോ പാസ്വേഡ് വേണ്ടതെങ്കിൽ അത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ ഭാഗത്തേക്ക് നോക്കുക. താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാം നിങ്ങളുടെ ഈ ഇമേജ് ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് കംപ്രസ് ചെയ്യണമെന്നാണ്. ഇവിടെ നോ കംപ്രസ് എന്നാണ് ഓൾറെഡി ഉള്ളത്. അതായത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ നിലവിൽ എത്രയാണോ ക്വാളിറ്റി ഉള്ളത് അതേ ക്വാളിറ്റി മതിയെങ്കിൽ നോ കംപ്രഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ നോ കംപ്രഷൻ എന്നുള്ള ഭാഗത്ത് കൊടുക്കുകയാണ്. കാരണം എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തേണ്ട. ഞാൻ എടുത്ത ഫോട്ടോ അതേ ക്വാളിറ്റി തന്നെ നിന്നോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്പം വെയിറ്റ് ചെയ്താൽ ഇതുപോലെ PDF ആയി മാറും. ചിലപ്പോൾ ചെറിയൊരു പരസ്യം വരും, അത് കണ്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ PDF റെഡി ആയത് കാണാൻ സാധിക്കും. ഇനി ഈ PDFന് പേര് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് PDF പേര് എഡിറ്റ് ചെയ്യാം. ഇവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്കോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ വെച്ചുകൊണ്ട് അത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ പാസ്വേഡ് കൊടുത്തതായിരുന്നു. പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന 3 ഫോട്ടോസ് ഇതാ PDF ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എത്ര ഫോട്ടോസുകൾ വേണമെങ്കിലും ഇതുപോലെ വളരെ ഈസി ആയിട്ട് PDF ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി ആപ്പ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇമേജ് ടു PDF എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇതാണ് ആപ്പ്. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ ലോക്ക് ഇട്ട് PDF സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ലോക്ക് ഇടാതെയും PDF സെറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.